പല ആളുകളും ബഡ്ജറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം പ്ലാനും ഡിസൈനൊക്കെ ആയി കഴിഞ്ഞാൽ എഞ്ചിനീയറോട് ചോദിക്കുന്ന ചോദ്യമാണ് എത്ര രൂപയാണ് സ്ക്വയർ ഫീറ്റിന് നിങ്ങളുടെ റേറ്റ് എന്ന് ചോദിക്കും. എന്നിട്ട് ആ സ്ക്വയർ ഫീറ്റ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു എമൗണ്ട്. ആ ഒരു സ്ക്വയർ ഫീറ്റ് ചിലപ്പം 1500 ആവാം, 2000 ആവാം, 2500 ആവാം. അപ്പോൾ ഈ 2000 എന്ന് പറയുന്ന ഒരു നിശ്ചിത റേറ്റ് കിട്ടി കഴിഞ്ഞാൽ ഇതിൽ എന്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മളിപ്പോൾ വീട് തുടങ്ങി, സ്ട്രക്ചർ കഴിഞ്ഞു, അതിൻ്റെ ഒരു ടൈൽസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വർക്ക്, ഈ പറഞ്ഞ പ്ലംബിംഗ് വർക്ക്, ഇത്തരത്തിലുള്ള എല്ലാ വർക്കുകളിലൊക്കെ പുറമെ ഇതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിലേക്കുള്ള പല വർക്കുകളും വിട്ടുപോകുന്നുണ്ട് ബഡ്ജറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് വീട് പണി കഴിഞ്ഞ് അവസാന ഘട്ടത്തിലേക്ക്, അതായത് താമസം തുടങ്ങാൻ വേണ്ടി അടുത്ത സമയത്ത് ഈ പറഞ്ഞ നമ്മൾ വിചാരിച്ചതിനേക്കാളും ബഡ്ജറ്റ് മുകളിലേക്ക് പോകുന്നതിൻ്റെ റീസൺ അതാണ്. കാരണം പല വർക്കുകളും നമ്മൾ ബഡ്ജറ്റിൽ കാണൂല എന്നുള്ളതാണ്. ബഡ്ജറ്റിൽ നമ്മൾ കാണാത്തതാണ് മെയിനായിട്ട് വരുന്ന പ്രശ്നം. നമ്മൾ ബഡ്ജറ്റിൽ പെടാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ട്രക്ചർ കാണും, പ്ലാസ്റ്ററിങ് കാണും, ടൈൽ വർക്ക് നമ്മൾ കാണും, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് എല്ലാം കാണും. പക്ഷേ ചിലപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് നമ്മൾ കാണില്ല. ഇൻറ്റീരിയർ ഫർണിഷിങ്ങിൻ്റെ കാര്യം ചിലപ്പോൾ നമ്മൾ ബഡ്ജറ്റിൽ നമ്മൾ കാണില്ല. അതുപോലെ തന്നെ ഈവൻ നമ്മൾ ഫർണിച്ചറുകൾ, കിച്ചൺ ആക്സസറീസ് ചിലപ്പോൾ നമ്മൾ കാണണമെന്നില്ല. എന്തിനു പറയുന്നു, കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പാത്രങ്ങൾ ഏതൊക്കെ, എന്തെല്ലാം എക്സ്പെൻസുകൾ അതിന് വരുന്നു എന്ന് പോലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള എല്ലാ രീതിയിലുള്ള വർക്കുകളും നമ്മൾ നമ്മുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്.